അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ബലിവേദിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നാം ആത്മീയമായി ഒരുങ്ങും. കൈകൾ കഴുകി തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ബലിയർപ്പിക്കുവാൻ വൈദികൻ ബലിവേദിയിലേക്ക് പോകുന്നത്. ബലിയർപ്പിക്കുവാൻ ആത്മീയമായി ഒരുങ്ങണം എന്നതിൻ്റെ ആവശ്യകതയെ ഇത് സൂചിപ്പിക്കുന്നു. ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. ഏറ്റവും മുൻപിലായി ധൂപക്കുറ്റിയും അതിൻ്റെ തൊട്ടുപിന്നിൽ നടുവിലായി മാർത്തോമാ സ്ലീവായും ഇരുവശങ്ങളിലുമായി 2 തിരികളും വിശുദ്ധ ഗ്രന്ഥവും. ശുശ്രൂഷികൾ ഒരു പ്രദക്ഷിണമായി മധുബഹായിൽ നിന്ന് ബേമയിലേക്ക് വരുന്നു. ബലിയായി നൽകാൻ ഏറ്റവും പിന്നിലായാണ് വൈദികൻ വരിക. ഈ പ്രദക്ഷിണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ബലിയായി നൽകാൻ തിരുനാൾ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന ക്രിസ്തുവിന്റെ കൽപ്പനയാണ് ബലിയർപ്പണത്തിന്റെ അടിസ്ഥാനം. കാലുകൾ കഴുകിക്കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന മിശിഹായുടെ കൽപ്പന ബലിയർപ്പിക്കുവാൻ പോകുമ്പോൾ ക്ഷമിച്ച മനസ്സുമായി ബലിയർപ്പിക്കണമെന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ക്രിസ്തുവിന്റെ ജനനത്തിൽ മാലാഖമാർ പാടിയ ഗാനം സ്വന്തം മഹത്വം അന്വേഷിക്കാതെ നമ്മളും ദൈവത്തെ സ്തുതിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ക്രിസ്തുവിന്റെ ജനനത്തിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഉണ്ടായി. ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ്. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ദൈവപുത്രൻ നമ്മെ പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയാണ് ഇത് എന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരവും ഇതുതന്നെയാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിപാലനയും ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം എന്ന് ശുശ്രൂഷി പറയുമ്പോൾ കാർമികൻ നടത്താൻ പോകുന്ന പ്രാർത്ഥനയിലേക്ക് ആരാധനാ സമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ശുശ്രൂഷി. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ മിശിഹായും സങ്കീർത്തനങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ ജനം നൽകിയ പ്രത്യുത്തരമാണല്ലോ സങ്കീർത്തനങ്ങൾ. കാലങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. കാലങ്ങൾക്കനുസരിച്ച് മാറുന്ന സങ്കീർത്തനങ്ങൾ സഭയുടെ വളർച്ചയെയാണ് കുറിക്കുന്നത്. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. രക്ഷകനായ മിശിഹായുടെ പ്രതീകമാണ് സ്ലീവ. സർവാധിപനാം കർത്താവേ എന്ന ഗാനം ഉത്ഥാന ഗീതം എന്നാണ് അറിയപ്പെടുക. വിശുദ്ധ ബലിയിലെ ഒന്നാമത്തെ ധൂപാർപ്പണവും ഈ ഗാനത്തിന്റെ ഇടയിലാണ്. മദ്ബഹ വിധി തുറക്കുമ്പോൾ ഡീക്കൻ മദ്ബഹായും ഹൈക്കലയും ധൂപിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ബഹുമാനത്തിനും ദൈവജനത്തിന്റെ പാപമോചനത്തിനുമായാണ് ഇത് അർപ്പിക്കപ്പെടുക.